പാമ്പ് ഭീതിയിലാണ് സംസ്ഥാനം ഇപ്പോഴും തുടരുന്നത്. കണ്ണൂർ പട്ടുവത്ത് പാമ്പ് കടിയേറ്റിയ വയോധിക ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കളിക്കുന്നതിനിടെ പാമ്പ് കടിയേറ്റ കാസർഗോഡ് എളേരിത്തട്ടിലെ 4.5 വയസ്സുകാരി ഋതുചന്ദ്രയും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ കണ്ണൂരിൽ നിന്ന് ചേരും. ഗോകുൽ, നിലവിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? നാരായണി, ഈ പട്ടുവ സ്വദേശിയായിട്ടുള്ള നാരായണിക്ക് ഞായറാഴ്ചയാണ് വീട്ടുവളപ്പിൽ നിന്ന് ചകിരിയും വിറകും ഒക്കെ ശേഖരിക്കുന്നതിനിടയിൽ അവരെ പാമ്പ് കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവരാണിപ്പോൾ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നത്. ഈ പാമ്പ് കടിയേറ്റ സമയത്ത് ഇവർക്ക് ഹൃദയാഘാതം സംഭവിച്ചിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആന്റിവെനം സൗകര്യമൊക്കെ ഉണ്ട്. അത് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. പക്ഷെ അവർ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച കാര്യത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ 4.5 വയസ്സുകാരിയായിട്ടുള്ള ഋതുചന്ദ്ര ICUവിലാണ് തുടരുന്നത്. ആ കുട്ടിയും വീട്ടിൽ കളിക്കുന്നതിനിടെയാണ് കുട്ടിയെ മൂർഖൻ പാമ്പ് കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഈ പട്ടൂർ സ്വദേശിയായിട്ടുള്ള തന്നെ നഫീസ എന്ന് പറയുന്ന ഒരു വയോധിക പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവർ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്തായിരുന്നു കട്ടിലിന്റെ മുകളിൽ നിന്ന് വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന പാമ്പ് കടിക്കുകയും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയിലിരിക്കെ മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. ഇതിലിപ്പോൾ ഈ പട്ടൂർ സ്വദേശിയായിട്ടുള്ള നാരായണി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നു. 4.5 വയസ്സുകാരി ICUവിൽ തന്നെയാണ്. പേടിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അമൽ, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.